نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരാനുള്ള ഒരു വിലയേറിയ അതിഥിയെപ്പറ്റി നമുക്കൊക്കെ ഓർമ്മയുണ്ട്. ഇനി അതിൻ്റെ അടുത്ത് ഒരു വെള്ളിയാഴ്ച കൂടി ഉണ്ടാകും. കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായിരിക്കും. റമദാനിലെ നോമ്പിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വചനമാണ് ഞാനിവിടെ. സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ വചനം, അതാണ് നിങ്ങൾ കേട്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകുന്നതിന് വേണ്ടി. ഇവിടെ രണ്ട് കാര്യം പറഞ്ഞത് ഞാനിവിടെ ഓർമ്മയാക്കുന്നത്. ഒന്ന്, നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രായപൂർത്തിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് വാജിബാണ്, ഫർളാണ് നോമ്പ്. അതാണ് കുതിബ അലൈക്കും എന്നിവിടെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്ലാം 5 സ്തംഭങ്ങളിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ് എന്ന് പറഞ്ഞിട്ട്, അതിൽ ഒന്ന് നോമ്പാണ്. റമദാനിലെ നോമ്പാണ് 5 കാര്യങ്ങളിൽ ഒന്നായിട്ട്. അതിൽ 4ാമത്തെ വിഷയമായി പറഞ്ഞിട്ടുള്ളത് നോമ്പിനെ പറ്റിയാണ്. അപ്പൊ അത് ഒഴിവാക്കിയാൽ അവന്റെ ഇസ്ലാം തകരും. നോമ്പ് എടുക്കാത്ത ആൾക്കാരെ പറ്റി, അല്ലെങ്കിൽ നോമ്പ് എടുത്തിട്ടത് സമയമാകുന്നതിന് മുമ്പ് മുറിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരെ പറ്റി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നബി തിരുമേനി കണ്ട ഒരു കിനാവ്, ഒരു സ്വപ്നം നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. എന്താണ് ആ സ്വപ്നം? 2 ആൾക്കാർ നബി തിരുമേനി കൊണ്ടുപോയി എന്നിട്ട് വളരെ ദുർഘടം പിടിച്ച, വളരെ ഉയരമുള്ള ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് വലിയ വലിയ അട്ടഹാസങ്ങളും ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ വന്നവർ മലക്കുകളാണ് കൊണ്ടുപോകുന്നത്. അതൊക്കെ നരകക്കാരുടെ അട്ടഹാസങ്ങളാണ്, നരകത്തിന്റെ ആൾക്കാരുടെ നിലവിളികളാണ് ആ കേൾക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നൊരു കൂട്ടരെ കണ്ടത് നബി തിരുമേനി പറഞ്ഞത് എന്താ വെച്ചാൽ, അവരെ പറ്റി അവർ കീഴ് മേലായിട്ട് എന്ന് പറഞ്ഞാൽ ഫൈദാബി ഖൗമു അല്ലഖീന ബി അറാഖീബിഹിം മുസദ്ദഖത്തൻ അഷ്ദാഖുഹും,
അപ്പോൾ കീഴ്മേലായി തൂക്കിയിട്ടിട്ടുണ്ട്. അവരുടെ കവിള് വായൊക്കെ തകർന്നിട്ടുണ്ട്. അതേതാണ് ആ ഭീകരാവസ്ഥ ചോദിച്ചപ്പോൾ അവരൊക്കെ അല്ലദീന യഫ്തിറൂന ഖബില തഹില്ലത്തി സൗമി, നോമ്പ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മുറിക്കുക, നോമ്പെടുക്കുക, അത് മുറിച്ച് കളയാം. അപ്പൊ നോമ്പിനോടുള്ള അനാദരവാണ് അവിടെ. അത്തരം ആൾക്കാർക്കുള്ള ശിക്ഷ എന്നൊക്കെ പറഞ്ഞു. വലിയ വിഷയമാണ് നോമ്പ്. ഇമാം ദഹബിന്റെ വാചക ഈ സമയത്ത് റമദാന സമയത്ത് നമ്മൾ കേൾപ്പിക്കലുണ്ട്. അദ്ദേഹം പറഞ്ഞു, കാരണമില്ലാതെ ഒരുത്തൻ നോമ്പ് ഒഴിവാക്കിയാൽ ഇന്നൗ ശർറു മിനസ്സാനി, വ്യഭിചാരിയേക്കാൾ വലിയ അപകടകാരിയാണ്. മുതുമിനുൽ ഖമർ, അതുപോലെ മദ്യം ലഹരിന്റെ അടിമകളുണ്ടാവും, അവരെക്കാൾ അപകടമാണ്. വയശുക്കൂന ഫി ഇസ്ലാമി, അവന്റെ ഇസ്ലാമിന് അവർക്ക് സംശയമുണ്ട്, അവൻ മുസ്ലിം തന്നെയാണോ. വയളുന്ന ബിഹി സന്തഖ, അവൻ സന്തഖ നിരീശ്വരവാദിയാണോ എന്നൊക്കെ എന്ത് മോമിനികൾക്ക് അവനെപ്പറ്റി സംശയമുണ്ടാകും. അപ്പൊ അങ്ങനെ അതിന്റെ ഗൗരവം, അതെടുക്കുന്നതിന്റെ പ്രാധാന്യം, അതൊഴിവാക്കിയാലുള്ള പ്രശ്നമൊക്കെ നമുക്ക് പണ്ഡിതന്മാരുടെ വാചകത്തിൽ അവര് ഇതിന്റെ പ്രാധാന്യം പ്രമാണത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ കാണാൻ കഴിയണം. ഈ ഇവിടെ നോമ്പിനെ പറ്റി മറ്റൊരു കാര്യമാണ്, അതുകൂടെ ഞാനിപ്പോൾ സൂചിപ്പിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയും ഈ വിഷയം, പിന്നെ അതിനുശേഷമൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ട പലതും ഉണ്ടാവും. ഇവിടെ വിശുദ്ധ ഖുർആനിൽ ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് രണ്ടാമത് പറഞ്ഞ വിഷയം. എന്തിനാണ് നോമ്പ്? അത് തഖ്വ ഉണ്ടാവാനാണ്. തഖ്വ അതില്ലെങ്കിൽ രക്ഷയില്ലല്ലോ. തഖ്വ, അപ്പൊ നമുക്കൊക്കെ തഖ്വ വേണം, മുത്തഖീങ്ങളാവണം. അള്ളാന്റെ വസിയത്താണത്. വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും, അഹ്ലു കിതാബ് മുമ്പ് വേദം നൽകപ്പെട്ടവർക്കും നിങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കണ വസിയത്ത് ഖുർആൻ പറയാണ്. അനിത്തഖുള്ള, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കുക, തഖ്വ വേണം. അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെടുള്ളൂ തഖ്വ. അപ്പൊ ആ രക്ഷപ്പെടാനുള്ള വഴികളാണ് ഇങ്ങനെയുള്ള ആരാധനകൾ, തഖ്വ ഉണ്ടാക്കാനാണ്. അപ്പൊ നമുക്ക് നോമ്പിനെ ശരിക്ക് സ്വീകരിക്കുമ്പോഴാണ് ഈ തഖ്വ ഉണ്ടാകുക. എല്ലാവരും എടുക്കുന്നു, ആരും പലരും ഭക്ഷണം കഴിക്കുന്നില്ല. പിന്നെ ആ കൂട്ടത്തിൽ ഞാൻ മാത്രം ഇത് കഴിക്കുമ്പോൾ മോശമാവും, അല്ലെങ്കിൽ എന്റെ ശരീരത്തിന് ഇപ്പൊ ഇത് ഗുണമാണ്, വേറൊന്നും അയാൾ നോക്കണില്ല. അപ്പോഴാണെങ്കിൽ ഭക്ഷണം കൂടിയിട്ടും ശരീരത്തിനൊക്കെ പ്രശ്നം, അതുകൊണ്ട് നോമ്പ് ഗുണമാവും. ആ ജാതി ഭൗതിക കാര്യങ്ങൾ മാത്രം നോക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടായിക്കൊള്ളുന്നില്ല. നോമ്പിന് സ്വീകരിക്കേണ്ട വിധം സ്വീകരിക്കുമ്പോഴാണ് തഖ്വ ഉണ്ടാകുക. അത് ഇസ്ലാമിന്റെ ഏത് ആരാധന എടുക്കുമ്പോഴും തഖ്വയായിട്ട് ബന്ധിപ്പിച്ചിട്ട് പറഞ്ഞേ കാണാൻ കഴിയും. ഇന്ന സ്വലാത്ത്, തീർച്ചയായും നമസ്കാരം, തൻഹ അനിൽ ഫഹ്ശാ വൽ മുൻകർ, വെറുക്കപ്പെട്ട കാര്യത്തിൽ നിന്നും അതുപോലെ മ്ലേച്ഛമായ കാര്യത്തിൽ നിന്നും മനുഷ്യനെ തടുത്തു വെക്കുന്നതാണ്. പലരും തടുത്തു വെക്കുന്നില്ലെങ്കിൽ എവിടെയോ പ്രശ്നമുണ്ട്, വേണ്ട വിധം ആകുന്നുണ്ടാവില്ല ആരാധനാ കർമ്മങ്ങളെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളൊക്കെ വേണ്ട വിധം നിർവഹിക്കാൻ കഴിയണം. അത് നമ്മൾ ശ്രമിക്കുമ്പോഴാണ്, അങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് അള്ളാഹുവോട്. ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കും ഉമർ ഖത്താബ് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരാളെ ഒരു കാര്യം ഏൽപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയല്ലോ. അപ്പൊ ആൾക്കാരോടും ചോദിക്കും അയാളെന്തിന് പറ്റുമെന്ന്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു സദസ്സുള്ളവരോട്. ഒരാൾ പറഞ്ഞു വളരെ ഉഷാറാണ്, പറ്റും അതിന് പറ്റുന്ന നല്ല ഉഷാറാണ് ആള്. അപ്പൊ ഉമർ ഖത്താബ് ചോദിച്ചു, നീ അയാളുടെ അയൽവാസിയാണോന്ന് ചോദിച്ചു. കാരണം അയൽവാസിയാകുമ്പോ തൊട്ടടുത്തുള്ള, നമ്മളെ പറ്റിയൊക്കെ പുറത്തുള്ള ആൾക്കാർക്ക് അറിയണേക്കാളും നമ്മുടെ അടുത്ത് ജീവിക്കുന്നവർക്കല്ലേ കൂടുതൽ അറിയാം. അപ്പൊ ഒരാൾ എങ്ങനെയുണ്ട് എന്നൊക്കെ അയൽവാസിക്ക് അറിയും. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അയൽവാസിയൊന്നുമല്ല എന്നാണ്. അയൽവാസിയൊന്നുമല്ല. ഇപ്പൊ റസൂൽ തിരുമേനിയെ പറ്റി നമുക്കറിയാം, നബി ഏറ്റവും അടുത്തറിയുന്നവർക്കായിരുന്നു ഏറ്റവും നല്ല അഭിപ്രായം. നബിനെ അടുത്തറിയുന്നവർക്കും അകന്ന നല്ല അറിവുള്ളവർക്കൊക്കെ നല്ല അഭിപ്രായം, സംശയമില്ല. അടുത്തറിയുന്നവർ അലി ഇബ്നു അബീ ത്വാലിബ്, അനസ് ബിൻ മാലിക്, അദ്ദേഹം പറഞ്ഞു 10 കൊല്ലം സേവനം ചെയ്തിട്ട് ഒരിക്കൽ പോലും ഛേ എന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമാണ് അവരൊക്കെ. ഐഷ ബീവി പറഞ്ഞത് നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു.
ഏറ്റവും അടുത്തവർക്ക് ഏറ്റവും കൂടുതൽ മതിപ്പ്. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കണത്, അയൽവാസിയാണോ? അവിടെല്ലാം ഒരാൾ കൃത്യമായിട്ട് അറിയാൻ, അതൊന്നുമല്ല. അപ്പൊ അടുത്ത ചോദ്യം, അയാളെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ നിങ്ങള്? കാരണം കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരാളുടെ പ്രകൃതം എന്താ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരും എന്നാ പറയണം. കുറേ ദീർഘദൂര യാത്രയൊക്കെ ആണെങ്കിൽ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ യഥാർത്ഥ സ്വഭാവം എങ്ങനെയാന്നൊക്കെ ഏകദേശം കിട്ടും കൂടെ യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു അത് ചോദിക്കുന്നത്. പലരും യാത്ര വളരെ ഉഷാറായി പോകും, പിന്നെ തിരിച്ചു വരുമ്പോൾ പരസ്പരം ഉണ്ടാതെ തെറ്റിയിട്ടാ വരലൊക്കെ പറയലുണ്ട്. ഇസ്ലാമിൽ ഇതൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ട്. യാത്ര 3 ആളെങ്കിൽ പോലും ഒരു അമീറിനെ വെക്കണം. എന്തിനാ? ഓരോരുത്തർ സ്വന്തം ചെയ്യലല്ല, അതിനൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ട്. അമീർ പറയുന്നത് കേൾക്കുക, ആ രൂപത്തിലൊക്കെയാണ്. പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാതെ അവനവന്റെ ദുഷിച്ച സ്വഭാവം ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ പുറത്തെടുക്കാൻ ഇത്തരം രംഗങ്ങളൊക്കെ ചിലപ്പം അവസരമായി വരും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂടെ യാത്രയും ചെയ്തിട്ടില്ല പറഞ്ഞു. പിന്നെ ഒരു മൂന്നാമത്തെ ചോദ്യം, ഒരാളെ അളക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം ചോദിക്കണത്. മൂന്നാമത്തെ ചോദ്യം, അയാളുടെ കൂടെ നിങ്ങൾ വല്ല സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വളരെ ഉഷാറാന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചതാണ്. സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ല പറഞ്ഞു. സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ല. കാരണം നമുക്കറിയില്ല, നമുക്കൊക്കെ അറിയാം, നമ്മളിപ്പോ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ചിലർ ഉഷാറാ പറയും, പക്ഷെ സമ്പത്തുമായി ഇടപെടുമ്പോൾ ഓന് വേറെന്തോ ഒരു സ്വഭാവം കാണാം. ചിലര് കടം വാങ്ങി തിരിച്ചു കൊടുക്കൂല, അങ്ങനെ ഉണ്ടല്ലോ. അതല്ല, ചിലര് പൊതുസ്വത്ത് കൈകാര്യം ചെയ്യണില്ല, അതൊരു സൂക്ഷ്മതയും കാണിക്കൂല. വേറെ ചിലരുണ്ട്, 5 പൈസ എന്റേത് അങ്ങോട്ട് പോകല്ല, ഒരിക്കലും അത് ഇങ്ങോട്ട് വരരുത്. അതുപോലെ കൃത്യമായൊരു സമയം പറഞ്ഞ് വായ്പ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാതിരിക്കുക ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ വേറെ ചിലരുണ്ട്, എന്താ അറിയില്ല, ഈ ചില വിഷയങ്ങളിലൊക്കെ വളരെ മോശമാണ്. ഇതൊക്കെ മാറണം, ശരിക്കും ഇതൊക്കെ മാറണം. നബി തിരുമേനി ഒരിക്കങ്ങനെ എന്തെല്ലാം അവര് രാത്രിയെ പറ്റി പറഞ്ഞു, എന്തൊക്കെ പ്രതിസന്ധികളാണ്, അപകടങ്ങളാണ്. ഇറങ്ങി സഹാബികൾ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്, അവിടുന്ന് കൊടുത്ത മറുപടി, ഒരു മനുഷ്യൻ യുദ്ധം ചെയ്തിട്ട് രക്തസാക്ഷിയാകുന്നു, പിന്നെ വീണ്ടും അയാൾക്ക് ജീവൻ കിട്ടി, വീണ്ടും രക്തസാക്ഷിയാവുന്നു, 3 വട്ടം പറയാണ്, വീണ്ടും ജീവൻ കൊടുത്തു, വീണ്ടും രക്തസാക്ഷിയാവുന്നു. അത് സാധാരണ ഉണ്ടാവില്ല, പക്ഷെ സങ്കല്പിച്ചിട്ട് പറഞ്ഞതാണ്. അങ്ങനെ 3 വട്ടം രക്തസാക്ഷിയാവാൻ ഒരാൾക്ക് അവസരം കിട്ടിയാലും അയാൾക്ക് കടമുണ്ടായിട്ടാണ് മരിച്ചതെങ്കിൽ അയാളെ കടം വീട്ടിട്ടില്ലെങ്കിൽ സ്വർഗത്ത് പോകില്ല. എന്തൊക്കെ പ്രതിസന്ധികൾ നബി പറഞ്ഞു. നബിന് മുമ്പിൽ ഒരു മയ്യത്തിനെ കൊണ്ടുവന്നിട്ട് കടമുണ്ടോ, 2 ദീനാർ കടണ്ട, നിങ്ങൾ സ്കരിച്ചോ, ഞാൻ സ്കരിക്കൂല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കലുണ്ടാവും. സാമ്പത്തിക ഇടപാടും കാര്യമൊക്കെ കൃത്യതയായിരിക്കണം എല്ലാത്തിനും. ഇതൊക്കെയാണ് തഖ്വ എന്ന് പറയണത്. ഏതെങ്കിലും ചിലത് കാട്ടിക്കൂട്ടലല്ല, അത് വിശാലമായൊരു മേഖലയാണല്ലോ. അപ്പൊ ഈ 3 ചോദ്യത്തിനും അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞപ്പം ഉമർ ഖത്താബ് അദ്ദേഹത്തോട് കൊടുത്ത മറുപടി എന്താ അറിയാം, എങ്കിലും ലഅല്ലക റഅയ്തഹു യഹുസ്സു റഅസഹു റാക്കിയൻ വസാജിദൻ, എങ്കിലും അയാൾ പള്ളി വന്നിട്ട് അയാൾ തല അങ്ങനെ കുമ്പിടുന്നുണ്ട്, റുക്കൂ ചെയ്തുകൊണ്ടും സുജൂദ് ചെയ്തുകൊണ്ടും തല അങ്ങനെ താഴ്ത്തുന്നത് കണ്ടിട്ടുണ്ടാവൂലേ? അത് കണ്ടിട്ടായിരിക്കും പറഞ്ഞതില്ലേ. അപ്പൊ എന്താ, നമസ്കാരം എന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്നും മനുഷ്യനെ തടുക്കണം. ആ നിസ്കാരം അയാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നില്ല. ഈ ആരാധനകളൊക്കെ നമ്മളെ നന്നാക്കാനുള്ളതാണ്. അല്ലെങ്കിൽ വെറും ഒരു ചടങ്ങ് മാത്രം, ഒരു കാട്ടിക്കൂട്ടലായി മാറുകയാണ്. അത് പറ്റൂല. അപ്പൊ ഇങ്ങനെ നമ്മുടെ ആകെ അടിമുടി മാറ്റാൻ പറ്റുന്ന വലിയൊരു ആരാധനാ കർമ്മമാണ് റമദാൻ. നല്ലൊരു ട്രെയിനിങ് ആണ് നമ്മുടെ മനസ്സിനൊക്കെ നന്നാക്കാൻ. കാരണം അല്ലാഹ് ഇതിനൊരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്താണ് അനുകൂല സാഹചര്യം എന്നറിയോ? പൊതുവെ നമ്മളെ നശിപ്പിക്കണയിലൊക്കെ ഏതൊരു നല്ല ഇസ്ലാമിന്റെ കാര്യമൊക്കെ അത്ര പ്രശ്നമല്ല, നമുക്ക് നിസ്സാരാക്കി ഇങ്ങനെ കാണിച്ചു തരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് പിശാചിനാണല്ലോ. പിശാചാണ് ഇങ്ങനെ മനുഷ്യനെങ്ങനെ സിറാത്തുനിന്ന് ഇങ്ങനെ തെറ്റിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പിശാചുക്കളൊക്കെ ബന്ധിപ്പിച്ചിട്ട് അള്ളാഹു നമുക്ക് നല്ലൊരു അവസരമാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. നന്നാൻ വിചാരിച്ചവർക്ക് നല്ലൊരു അവസരമാണ്.
ഇവിടെ ലാലിലക്കും തത്തക്കും എന്ന് പറഞ്ഞാൽ തക്കവ ഉണ്ടാകാൻ, അതില്ലെങ്കിൽ രക്ഷയില്ല എന്ന് പറഞ്ഞല്ലോ. അതുണ്ടാക്കാൻ നല്ലൊരു അവസരം, ഒരു സുവർണ അവസരം. കാരണം റമദാൻ വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? ഇദാ ദഖല റമദാനു, റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വഉല്ലിഖത്ത് അബ്വാബുൻ നീറാൻ, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. വസുൽസിലത്ത് അശ്ശയാത്തീൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടും, ചങ്ങലയിൽ ബന്ധിക്കപ്പെടും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, ഇദാ ഖാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാനിൽ ആദ്യത്തെ ആ ദിവസം വന്നാൽ സുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളൊക്കെ പിടിച്ച് ബന്ധിക്കും. മറദത്തുൽ ജിന്ന്, പിശാചുക്കളുടെ ജിന്നുകളുടെ കൂട്ടത്തിൽ മറദത്ത് എന്ന് പറഞ്ഞാൽ വലിയ അപകടകാരികളാണ് പറയണത്. എല്ലാം ബന്ധിക്കുന്നു പറഞ്ഞിട്ടില്ല. ഏറ്റവും അപകടം പിടിച്ചവർ അവരാണ്. മനുഷ്യരോട് ഏറ്റവും ശത്രുത ഉണ്ടാകുക അവർക്കായിരിക്കും. അവരുടെ നേതാവാണല്ലോ ഇബ്ലീസ്. ഇബ്ലീസ് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യൂല പറഞ്ഞല്ലോ. ആ നേരം അള്ളാഹു സ്വർഗത്തുനിന്ന് പുറത്താക്കിയാളെ പുറത്തു പോകണമെന്നാണ്. ഖിയാമത്ത് നാൾ വരെ ഇനി അവനെ പറ്റി പറഞ്ഞു, ഫൈന്നക റജീം, നീ ശപിക്കപ്പെട്ടവനാണ്. വൈന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ, ഖിയാമത്ത് നാൾ വരെ നിന്റെ മേൽ എന്റെ ശാപം ഉണ്ടായിരിക്കും. ആ നേരം റബ്ബിനോട് ആളൊരു കാര്യം ചോദിക്കുന്നുണ്ട്, എനിക്ക് ദീർഘായുസ് വേണം ഖിയാമത്ത് നാൾ വരെ. അപ്പോൾ റബ്ബ് അതെ അത് തരാം എന്ന് പറഞ്ഞു. ഉടനെ അയാളുടെ പക, മനുഷ്യരോടുള്ള ദേഷ്യം, അയാള് പറയുന്നത് ഇങ്ങനെയാണ്, ലൗവിയന്നഹും, ഞാൻ എന്ത് ചെയ്യും അവരെ, ഞാൻ ലഖൂദന്നലഹും സിറാത്തക്കൽ മുസ്തഖീം, ആ സിറാത്തിൽ, നിന്റെ മുസ്തഖീമായ സിറാത്തിൽ ഞാൻ ഉണ്ടാവും. ആ വഴിയിൽ ഒറ്റൊന്നിനെ കയറാൻ സമ്മതിക്കൂല എന്ന് പറയണം. സ്വർഗത്ത് പോണ വഴിയുണ്ടല്ല, അതിലേക്ക് കയറാൻ ഞാൻ സമ്മതിക്കൂല. സുമ്മല ആത്തിയന്നമ്മയും ബൈനി ഐതിഹ്യം, ഞാൻ അവരുടെ മുമ്പിലൂടെ പോകും, മുൻഭാഗത്തിലൂടെ പോകും. വമിൻ ഖൽഫിയും, പിറകിലൂടെ പോകും. വൻ ഐമാനി, വലതുഭാഗത്തിലൂടെ ചെല്ലും. വൻ ശമായിരിഹിം, ഇടതുഭാഗത്തിലൂടെ. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരണം നമുക്ക്. വലാ തജിദു അക്സറഹും ശാകിരീൻ, അവരിൽ അധികവും നന്ദി കെട്ടവരായിരിക്കും. ഇബ്ലീസ് പറഞ്ഞത് അയാൾ പണിയെടുത്തിട്ട് നേടിയിട്ടുണ്ടെന്നാ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞെന്തറിയോ? വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസ് വന്നഹു, മനുഷ്യരെ പറ്റിയുള്ള ഇബ്ലീസിന്റെ വിചാരം അയാൾ സത്യപ്പെടുത്തി എന്ന് പറയണേ. എന്നാ അവരെ ഭൂരിഭാഗം ആൾക്കാരും ഞാൻ ശരിയാകും, ഒക്കെ വഴി പഴിപ്പിക്കും. നിന്റെ സിറാത്ത് വഴി ഒരു വഴിക്ക്, ഇവരൊക്കെ വേറെ വഴിയിലൂടെ ഞാൻ നടത്തും, ഒക്കെ വേറെ വഴി ഞാൻ തുറന്നു കൊടുക്കും എന്നാ പറയണേ. ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ, കുറച്ച് മുഅ്മിനീങ്ങളല്ലാത്ത പോലെ മുഴുവനും പിശാച് പറഞ്ഞത് പിശാച് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അത്ര വലിയ പണി പിശാച് എടുക്കാൻ. പിശാച് മനുഷ്യനെ തെറ്റിക്കുന്ന വഴികള്, ആ വഴി പ്രവേശിച്ചവർക്ക് ചിലപ്പോൾ അറിയില്ല. ഞാൻ വഴി പോയി തെറ്റിയിട്ടുണ്ട്, സിറാത്ത് മുസ്തഖീം വേറെവിടെയോ ആണ്, ഞാനൊരു വഴിയിലൂടെ സിറാത്ത് മുസ്തഖീം വിചാരിച്ചിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. പിശാച് ആ രൂപത്തിൽ അവൻ പിശാച് എത്തിച്ചത് മനുഷ്യനെ അറിയില്ല പലപ്പോഴും. അത്ര വഴി വിട്ടു പോയിട്ടുണ്ടാവും. ഇമാം ഇബ്നുൽ ഖയ്യിം ഒരു പ്രധാനപ്പെട്ട 6 വഴികൾ ശൈത്താൻ മനുഷ്യന്മാരെ പിഴപ്പിക്കാൻ സ്വീകരിക്കുന്ന വഴി പറയുന്നുണ്ട്. ഇതിൽ ഒന്നാമതായി മനുഷ്യനെ ശിർക്കും കുഫ്റും കൊണ്ടുപോകുന്നു. അതിൽ മനുഷ്യ എത്തിയാൽ പിന്നെ ഓരോ വിഷയത്തിൽ ശൈത്താൻ ഒന്നും നോക്കാറില്ല. കാരണം റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്ന ആൾ ഒരിക്കലും പുറത്തെടുക്കൂല. അപ്പൊ കുറെ ആൾക്കാരും ശൈത്താൻ അങ്ങോട്ട് എത്തിച്ചു. പിന്നെ ഓരിഞ്ഞ് തൗഹീദിലേക്ക് വരുമ്പോൾ നോക്കിയാൽ മതി. മാത്രമല്ല അവരെ ശിർക്കിന്റെ വഴിയാണ് നല്ലത് ഇങ്ങനെ തോന്നിപ്പിക്കും. അപ്പൊ അവരുടെ ആ സഞ്ചാരമൊക്കെ എന്താണ്, മോശമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടെങ്കിലല്ലേ തിരിച്ചു വരുള്ളൂ. അങ്ങനെ എത്ര ആൾക്കാര് ശിർക്കിന് കിട്ടൂല എന്ന് പറഞ്ഞാൽ പിന്നെ പിശാചിന്റെ അടുത്ത വഴി അദ്ദേഹമാണ് പിന്നെ ബിദ്അത്തിന്റെ വഴിയിലൂടെ കൊണ്ടുപോകും. അപ്പോഴും എന്താ നല്ല വഴിയാന്ന് വിചാരിക്കും. പിന്നെ ഈ തൗബ ചെയ്യുന്ന പ്രശ്നം തെറ്റാണ് തോന്നുമ്പോഴല്ലേ തൗബ ചെയ്യുക. അതുകൊണ്ടാണ് മനുഷ്യർ ചെയ്യുന്നത് സാധാ തിന്മകളെക്കാൾ വലിയ തിന്മയാണ് ബിദ്അത്ത്. കാരണം ബിദ്അത്ത് ചെയ്യണവർ വിചാരിക്കൽ കൂലിയിട്ടുന്നാണ്. ഇങ്ങനെ വഴി തെറ്റിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓരോ കോലം രൂപ കണ്ട നമ്മൾ വിചാരിക്കും നല്ല ആൾക്കാരാട്ടോ. ഓലൊക്കെ എങ്ങനെയത്തെ സാധാരണക്കാരാണ് അധികം ഇതിൽ പെടുക. ചില ആൾക്കാരെ വേഷം കാണുമ്പോൾ, ചില ആൾക്കാരുടെ ഭക്തി, ചിലപോലെ ഹറാമൊന്നും തൊടുന്നില്ല. സാമ്പത്തിക രംഗമൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. അതുപോലെ വേറെ തിന്മകൾ, വ്യഭിചാരങ്ങളുടെ തിന്മകളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, വളരെ ക്ലിയർ ആയിരിക്കും.
അപ്പൊ പിന്നെ എന്തൊരു തഖ്വ, അയാളെ വേഷം കണ്ടില്ലേ, അയാൾ എനിക്കറിയാം, അയാൾ ഹറാമുമായിട്ടൊരു ബന്ധമില്ല അയാൾക്ക്, ഇങ്ങനെ കൊണ്ട് പറയും. വാസ്തവത്തിൽ ഇങ്ങനെയൊന്നുമല്ല നമ്മൾ മാനദണ്ഡം നോക്കണ്ടേ, അതൊന്നുമല്ല മാനദണ്ഡം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഈ അഹ്ലു സുന്നന്റെ സലഫിയത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിയിട്ട് വേറെ ഏത് കോലത്തിൽ പോയാലും അവരുടെ അടുത്തുനിന്ന് എടുത്തു പറയുന്ന എന്തൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും സംഗതി പ്രശ്നമാണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക്. ഇമാം ഇബ്നു കസീർ പറയണം, ഇമാം ഇബ്നു കസീർ 2 വ്യക്തികൾ ഖവാരിജികളെ കൂട്ടത്തിൽ പണ്ട 2 ആൾക്കാർ ഒരു വഴിക്കിങ്ങനെ നടന്നു പോവാണ്. അപ്പണ്ട് റോട്ടിൽ ഒരു കാരൊക്കെ ഇങ്ങനെ, അപ്പൊ ഒരുത്തെടുത്ത്, അതിപ്പോ എന്താ റോഡ് ആർക്കും ഒന്നും തിന്നാലും അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല, ആരും തെരഞ്ഞൊന്നും വരൂല, അപ്പൊ തിന്നല് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു കാരൊക്കെ എടുത്താൽ അപ്പൊ അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല അത്. പക്ഷെ അയാളെടുത്ത് തിന്നാൻ നോക്കുമ്പോൾ മറ്റാള് ഇതെങ്ങനെ തിന്നാൻ ഹറാമല്ലേ അത്, ഇജ് പൈസ കൊടുത്ത് വാങ്ങാത്തൊരു സാധനം ഇവിടുന്ന് കിട്ടി ഇജെങ്ങനെ തിന്നാ, ഇജ് ഹറാമല്ലേ തിന്നുന്നത്. അപ്പൊ മറ്റേ ആള് ശരിയാണ്, ഞാൻ തൊള്ളയിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വലിച്ചെറിയും. പക്ഷെ ഇതേ ഖവാരിജികളെ പറ്റി കണ്ട എന്തൊരു സൂക്ഷ്മത, ഇതൊക്കെ സൂക്ഷ്മത തന്നെയാണ്, സംശയമൊന്നുമില്ല, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ അത് കണ്ടിട്ട് വഞ്ചിതനാവണ്ട, അവരെയും പറയണം. വലാകിൻ ഖതലു അബഹു അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബ്, ഖബ്ബാബുൽ അറത്തിന്റെ മകൻ അബ്ദുള്ളയെ കൊന്നവരാണ് ഇവര്. വബക്കറു സൗജതഹു, ഈ ഖവാരിജികൾ ഈ അബ്ദുള്ളയുടെ ഭാര്യയെ കൊന്നത് എങ്ങനെയാണെന്നറിയോ, വയറ് പിളർത്തിയിട്ട്, അവർ ഗർഭിണിയായിരുന്നു, ആ കുട്ടിനെ പോലും കുത്തി മലർത്തി കൊന്നു, ഉമ്മാനി കൊന്നു കളഞ്ഞു. കണ്ടോ, എന്താ ചോദിച്ചാൽ അപ്പൊ ചില വ്യക്തികൾക്ക് അവര് കാണുന്ന ചില തിന്മകള് അത് കണ്ടിട്ട് അതിനെ കണ്ട് വലുതാക്കിയിട്ട്, വാസ്തവത്തിൽ ഇവരൊക്കെ സഹാബികളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഇപ്പൊ ഹബ്ബാബിന്റെ ഈ മകനൊക്കെ അവരെയാണ് ഇവർ കൊന്നു കളഞ്ഞിട്ടുള്ളത്. ഇനി വേറെ ഉദാഹരണം പറയാം. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജി പണ്ട് മദ്രസിൽ പഠിക്കുമ്പോ വരെ ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ടോ? കാരണം അബൂലൂലത്ത് എന്ന് പറഞ്ഞ ആള് ഉമർ ഖത്താബിനെ കൊന്ന ആള്, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ആള് അലി ഇബ്നു അബീ ത്വാലിബിനെ കൊന്ന ആളാണല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് നമുക്കറിയാം, സ്വർഗമുണ്ടെന്ന് നബി വാഗ്ദാനം ചെയ്ത ആളാണ്. ഇസ്ലാമില് പിന്നെ 4ാമത്തെ സ്ഥാനമുള്ള ആളാണ്. അത് നിസ്സാരമായ കാര്യമാണ്. അത് മുസ്ലിങ്ങൾ ലോകത്ത് എത്ര ഉണ്ട്, അപ്പൊ അതിന്റെ റാങ്ക് നിശ്ചയിച്ചാൽ 4ാം സ്ഥാനമുള്ള ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ്. അങ്ങനെയുള്ള വ്യക്തിയെ കൊന്ന ആളാണ് ആര്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. അയാളെ പറ്റി കേൾക്കണം നിങ്ങൾക്ക്. കാനമിനൽ ഉബാദ് അസ്സുഹാദ്, ഭയങ്കര ഇബാദത്തുള്ള ആളായിരുന്നു. സുഹാദ് എന്ന ദുനിയാവിൽ വിരക്തി, വളരെ ലളിതമായ ജീവിതം, കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിക്കുക, ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കി. ആഡംബരങ്ങൾ വേണം നമ്മൾ പറയില്ലല്ലോ, എന്നാലും ഓൻ അസിലുണ്ടെങ്കിൽ ഓൻ ആഡംബരം ഒന്നും അത്ര വലിയ പ്രശ്നം വരൂലല്ലോ. അസില് പോയാൽ പിന്നെ ഈ വിഷയത്തിൽ ഭയങ്കര തഖ്വണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷേ വിവരമില്ലാത്തൊരു ഇതിലൊക്കെ വഞ്ചിതരാകും. എന്നിട്ട് അയാളെ പറ്റി പിന്നെ പറയണതോ ഹഫിൽ ഖുർആൻ, ഖുർആൻ മുഴുവനും കാണാൻ പഠിച്ച ആളാണ്. ആര്? അലി ഇബ്നു അബീ ത്വാലിബിനെ കൊന്ന ആളെ പറ്റിയാ പറയണേ. അല്ല, മുആദ് ഇബ്നു ജബൽ, മുആദ് ഇബ്നു ജബലാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഖുർആനൊക്കെ പഠിച്ചു പുറത്തിറങ്ങി. നല്ല ആളിനല്ലേ. പിന്നെ അയാൾ വഴി തെറ്റാണ്. ഒരിക്കൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബിന്റെ കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന അദ്ദേഹം പറഞ്ഞ ആൾക്കാർക്ക് ഖുർആൻ ശരിക്കും അറിയില്ല, നല്ലൊരാളെ കിട്ടണം ഖുർആൻ പഠിപ്പിക്കാൻ. അപ്പൊ ഉമർ ഖത്താബ് പറഞ്ഞു നല്ലൊരാളെ തരാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെ ഞാൻ പറഞ്ഞയക്കാം. ഫഖറബ ദാറുഹു ബിൽ മസ്ജിദ്, ഖരീബ് ദാറുഹു ഫിൽ മസ്ജിദ്, അദ്ദേഹത്തെ പള്ളിന്റെ അടുത്ത് തന്നെ താമസിപ്പിക്കണം. ഒരുപാട് ആൾക്കാർക്ക് പള്ളി വന്നിട്ട് ഖുർആൻ പഠിക്കാലോ. അങ്ങനെ ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെയാണ് അതിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ മനുഷ്യനാണ് പിന്നെ വഴി തെറ്റിട്ട് ഖവാരികളുടെ കൂട്ടത്തിൽ പെട്ടിട്ട് പിന്നെ സഹാബികൾക്കൊന്നും തഖ്വ പോരാ. ഇവർക്ക് ചില മേഖലകളിൽ അത് ഇസ്ലാം പഠിപ്പിച്ച ചില വിഷയം തന്നെയായിരിക്കും, ഹറാമ് തിന്നരുത് മറ്റൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങട്ട് പൊക്കിയിട്ട്, എന്നാൽ അതിന്റെ അപ്പുറം ഇവിടെ വലിയ വ്യതിയാനമൊന്നും ശ്രദ്ധിക്കാതെ ശുദ്ധമായ ദീനിൽ അതിന്റെ അടിത്തറകൾ പാലിച്ച് ജീവിക്കുന്നവരൊക്കെ മോശക്കാരാണെന്നും ഇവര് മാത്രം ഏറ്റവും ഉയർന്നവരാണെന്നും തോന്നിയിട്ട് ഇയാള് പിന്നെ എന്ത് ചെയ്യാണ്? അലി ഇബ്നു അബീ ത്വാലിബ് ഒന്നും ശരിയില്ല, വേണ്ട തഖ്വ പോരാന്ന് പറഞ്ഞിട്ട് അവരെ വധിച്ചു കളഞ്ഞ വ്യക്തിയാണിത് പറയണേ. അപ്പൊ പലരും പെട്ടുപോലെ, ചിലരുടെ സംസാര വൈഭവം, ചിലരുടെ വേഷം, ചിലരുടെ ജീവിത വിശുദ്ധി എന്ന് പറഞ്ഞിട്ട് അവർ കാണുന്ന, കാരണം അവർ ഹറാം ചെയ്തിട്ടുണ്ടാവില്ല, അവരും ബാങ്കുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, പലിശയായിട്ട് ബന്ധം ഉണ്ടാവില്ല, വേറൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും എല്ലാം നോക്കട്ടെ. ഇസ്ലാമിന് ഒരു മുൻഗണനാ ക്രമമുണ്ട്.
പക്ഷേ അടിത്തറ പോയ പിന്നെ ഒന്നുമില്ല. അപ്പൊ ശിർക്കിലാണ് ഒരുത്തനെങ്കിൽ ഓന് വേറെ സാമ്പത്തിക സൂക്ഷ്മത ഉണ്ടായിരുന്നു, അയാൾ എന്തൊരു സത്യസന്ധനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ അടിത്തറ പോയിട്ടുണ്ട്. കാരണം അയാൾ കുഫറിന്റെ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് അയാൾ മറ്റുള്ള ആൾക്കാരെ മുശ്രിക്കാക്കുന്നുണ്ട് വെറുതെ, എങ്കിലും ആ ശിർക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരുപാട് തിന്മകളുണ്ടല്ലോ. നബി ഇസ്ലാമിന്റെ അടിത്തറകളെ പറ്റി ബോധ്യം ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. ആ അടിത്തറകൾ പഠിക്കാതെ ഏതെങ്കിലും ചില സൈഡായ കാര്യങ്ങൾ ഇങ്ങനെ എടുക്കും, അല്ലെ അടിത്തറകൾ ചെയ്യാതെ ചില സൈഡായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും, അതിന് വലിയ പ്രാധാന്യം കൊടുക്കും. ആൾക്കാരൊക്കെ അതിലൊക്കെ വഞ്ചിതരാം. അപ്പൊ ഞാൻ പറഞ്ഞത്, പിശാച് മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ എത്തിച്ചിട്ടുണ്ടാവും. ആ സഞ്ചരിക്കുന്നവർക്ക് അതറിയില്ല, അവരാ നല്ല വഴിയിലൂടെയാണ് വിചാരിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് സഹാബികൾ ഇതിനെ മനസ്സിലാക്കിയ മാതിരി അവിടെ പഴക്കൂല. നമുക്ക് സഹാബികൾ ദീനെ മനസ്സിലാക്കിയത്, ആ ലൈനിലൂടെ തന്നെ പോകുന്നവർ ഓരോന്നിനും പ്രാധാന്യം, അതിൻ്റെ എങ്ങനെ പ്രാധാന്യം കൊടുക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് പ്രാധാന്യം കൊടുത്തു പോകണമല്ലൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ശ്രദ്ധ വേണം, അല്ലെങ്കിൽ തെറ്റിക്കും. നമ്മൾ നല്ല വഴിയിലൂടെ പോകണം വിചാരിക്കും, ചിലപ്പോൾ തെറ്റുന്നുള്ള ഈ സംഭവങ്ങളൊക്കെ നമ്മെ അറിയിക്കുന്നത്. അപ്പൊ എല്ലാവിധ ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യണം. ഞാനിപ്പോൾ അവസാനം പറഞ്ഞ ആ വിഷയത്തോട് ബന്ധിപ്പിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്. മറ്റൊരു ആൾക്കാരെ ശ്രദ്ധിക്കണം. ചില വിഷയത്തിൽ അവർക്ക് ഭയങ്കര ഇതുണ്ടാവും, എന്നിട്ട് യഥാർത്ഥ അഹ്ലുസുന്നന്റെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എതിർത്ത് ഇങ്ങനെ ഉണ്ടാവും. ചിലര് യഥാർത്ഥ ലൈനിലൂടെ പോകുന്നവര് ചിലപ്പോൾ അവരെടുത്ത് പറഞ്ഞ ശാഖാപരമായ ചില തെറ്റ് സംഭവിച്ചാൽ അവർക്ക് അടിത്തറകളുള്ളത് കൊണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇവർ ഈ ശാഖാപരമായ കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പൊ ഒരിക്കൽ ഒരാൾ ഇബ്നു ഉമറിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കണം. എന്താ ചോദ്യം അറിയുന്നത്? ഈ കൊതുകിന്റെ രക്തം ശരീരത്തിലായാൽ അതിന്റെ വിദ്യ ചോദിക്കണം, അത് നജസാവോ, നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ ഇത് കേൾക്കണമല്ലോ, എന്തൊരു തഖ്വ വിചാരിക്കും. അല്ലാതെ ചോദിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ചിലരെ പറ്റി എന്താ പറഞ്ഞു, ഈ ചോദ്യം കേട്ടപ്പോ ഇബ്നു ഉമർ സത്യത്തിൽ ചെറിയ നിസ്സാര ചോദ്യങ്ങൾ ചോദിക്കാന്നല്ല, അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ ഞാൻ നിസ്സാരത്തിൽ ചോദിച്ചിങ്ങനെ നടക്കും. അടിസ്ഥാനപരമായ കാര്യത്തിൽ ഒരു അത്ര ഉണ്ടാവില്ല. ഉടനെ എപ്പോഴും പല പണ്ഡിതന്മാരും പറയലുണ്ട്, ചില ആൾക്കാരെ സംശയം കേട്ടാൽ അഖീദയുമായി ബന്ധപ്പെട്ട സംശയമൊന്നും ഒരു ചോദിക്കൂല. കാരണം മനുഷ്യന്റെ അഖീദ വിശ്വാസം തെറ്റിയവനാകെ പോവല്ലോ. ഓല് ഏതെങ്കിലും ഫിഖി മസല മാത്രം ചോദിക്കും, അതിനെ പറ്റി ഇങ്ങനെ ചോദിക്കും. ഫിഖിയിലെ ചെറിയ നിസ്സാര വിഷയം എല്ലാം ചോദിക്കേണ്ടേ, എന്നാലും അടിത്തറ കഴിഞ്ഞിട്ടല്ലേ വേറുള്ളത്. അതിൽ തെറ്റണോണ്ടുള്ള ആൾക്കാർ ശിർക്കിലേക്ക് പോകണേ, അഖീദയിൽ തെറ്റണോണ്ട് എന്ന് മാറി ഒരുത്തം ചോദിക്കുകയാണ്. കാര്യപ്പെട്ടൊരു ചോദ്യം, ഇബ്നു ഉമറിന്റെ ചോദ്യം തെറ്റില്ല. ഈ കൊതുകിന്റെ രക്തം വസ്ത്രത്തിലായാല് അതെന്താ നിസ്കാരം ശരിയാവോ മറ്റൊക്കെ ചെയ്യാം. അപ്പൊ ഇജ്ജ് എടുത്തായിരുന്നു ചോദിച്ചാൽ ആദ്യം തന്നെ ചോദ്യം കേട്ടോ, ഇജ്ജ് എടുത്താ? ഞാൻ ഇറാഖിന്നാണ്. അപ്പൊ ഉടനെ ഇബ്നു ഉമർ ഊറുയില്ലാതെ ഈ മനുഷ്യനെ നോക്കിയാണ് നിങ്ങള് യസ്അലുനി ദമിൽ മൗദൂന് ചോദ്യം കൊതുകിന്റെ രക്തത്തെ പറ്റിയാണ്. വഖദ് ഖതലു ഇബ്ന റസൂലില്ല, നബിന്റെ പേരക്കുട്ടിയെ കൊന്നവരാണ് ഇവര്. ആ രക്തത്തെ പറ്റുന്ന അവർക്ക് വിഷയമല്ല കേട്ടോ. വഖദ് സമീഅതു റസൂലല്ലാഹ്, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹുമാ റൈഹാനത്തയ്യ മിന ദുനിയ, ദുനിയാവിൽ എന്റെ സുഗന്ധമാണ് ഹസനും ഹുസൈനും എന്നാ പറഞ്ഞു. ആ ഹുസൈനെ കൊന്ന ഇറാഖിലെ ജനങ്ങൾ വന്നിട്ട് കൊതുകിന്റെ രക്തത്തെ പറ്റിയ എന്നോട് ചോദിക്കണേ. ഉണ്ടെങ്കില് ഓൽക്കാതെ ഭയങ്കര തഖ്വ ആ വിഷയത്തില്. അതിനേക്കാൾ വലിയ വലിയ തിന്മകൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത് നമ്മളൊന്ന് അളക്കാൻ പഠിക്കണം എന്നർത്ഥം. വലിയ പ്രസ്ഥാനം, സംഘടന, സ്ഥാപനം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോ ഇവരുടെ അടിത്തറകൾ എന്താ നോക്കണം. അല്ലാതെ ഭൂരിപക്ഷോരെ കൂടെ അങ്ങനെയൊക്കെ നോക്കല്, ഇതൊന്നും ഇസ്ലാമിൽ മാനദണ്ഡമല്ല. വലിയ വലിയ തിന്മകൾ ചെയ്യുന്നുണ്ടാവും, എന്നിട്ടോ വേറെ ചെറിയ വിഷയങ്ങൾ ഇങ്ങനെ എടുക്കും. അപ്പൊ ഏതായാലും ഈ ശിർക്കിലേക്ക് കുഫറിലേക്കൊക്കെ എത്തിക്കണ ശൈത്താനാണ്. ആ കുഫറിലും ശിർക്കിലും ബിദഅത്തിലും കിട്ടൂലെങ്കിൽ പിന്നെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, പിന്നെ ഒരു കബായിർ നോക്കും. വൻ തെറ്റുകളുണ്ടല്ലോ ശിർക്കല്ലാത്ത, എന്നതന്നെ അള്ളാഹ് ഉദ്ദേശിച്ച വലിയ തെറ്റുകൾ ചില പുറത്തു കൊടുത്തൊക്കെ ഒരു ശിർക്കല്ല പുറത്തു കൊടുക്കാത്തത്.
അപ്പൊ ശിർക്കിനും ഇവനെ കിട്ടൂല, ബിദഅത്തിനും കിട്ടൂല. പിന്നെ തെറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും തെറ്റ് ചെയ്യുക. ഇപ്പൊ ഒരാളൊരു നല്ല മനുഷ്യൻ തന്നെ, അയാള് വ്യഭിചാരം എന്നൊരു തിന്മയിൽ പെട്ടു നിൽക്കുക, പിശാച് അങ്ങനെ പെടുത്തും. പിന്നെ എത്ര ഉയരത്തിലും അതോടുകൂടി ഞാൻ താഴേക്ക് കൂടി, പിന്നെ അവൻ ആർക്കും വേണ്ട. അല്ലേ? ഇതൊരു വിഷയം ഏതെങ്കിലും തിന്മെടുത്തോ. അപ്പൊ അങ്ങനെ പഴപ്പിക്കാൻ നോക്കും പിശാച്, പല വഴികളെ സ്വീകരിക്കുക. ആ വലിയ തെറ്റിന് കഴിയൂലെങ്കിൽ ഞാൻ ചുരുക്കി പറയാം, എന്നാ പിന്നെ ചെറിയ തെറ്റൊക്കെ നിസ്സാരമാക്കി അങ്ങനെ ഒന്നും നിസ്സാരമാക്കണ്ട. ഇയാക്കുമോ മുഹക്കിറാത്തി ദുനൂബ്, കാരണം ഇവരെ മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് പിന്നെ ഓനെ ചെറുതിങ്ങനെ അത് നിസ്സാരാക്കി അതൊന്നും പ്രശ്നമല്ല. ഇത് പറഞ്ഞാൽ അങ്ങനെ നിസ്സാരാക്കുന്നത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഉദാഹരണം പറഞ്ഞ ഒരു കൂട്ടർ മരുഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിക്കാന്ന് വിചാരിച്ചോളി. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഒരിടത്ത് വിറകും കാര്യമൊന്നും ഇല്ലല്ലോ ഭക്ഷണത്തിന്. അപ്പൊ ഒരാൾ ഒരു മരക്കൊള്ളി കൊണ്ടുവന്ന്, വേറെ ആൾ കൊണ്ടുവന്ന്, കുറേ കൊണ്ടുവന്ന് വലിയ തീ ഉണ്ടാക്കാൻ പറ്റി. ഇതുപോലെ ചെറിയ തിറ്റുകൾ അതും പ്രശ്നമില്ല ഇതും പ്രശ്നമില്ലൊക്കെ പറയുമ്പോൾ അവസാനം അത് വലുതാകും എന്ന് പറയണ്ടായി. അപ്പൊ ഒക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞ ചില കാര്യങ്ങൾ അത് കുഞ്ഞ് പറയാൻ സമയമല്ല. ഏതായാലും ശരി, ഇങ്ങനെ നമ്മളറിയാതെ ശൈത്താൻ തെറ്റിക്കും. അപ്പൊ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഒന്ന്, നമ്മൾ ആത്മാർത്ഥമായിട്ട് സിറാത്ത് മുസ്തഖീമിൽ എത്തിക്കാനും. പിന്നെ പിശാചിന്റെ ശർറ് വളരെ കുറയുന്ന സമയമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. കാരണം നമുക്കൊക്കെ അറിയാം, എല്ലാ ആൾക്കാർക്കും ദീനുമായി താല്പര്യം കൂടുന്ന സമയമാണ് റമദാൻ. കാരണം ഈ പ്രശ്നക്കാരായ ശൈത്താന്മാരെയൊക്കെ പിടിച്ചു വെക്കുന്നതാണ്. അപ്പൊ അങ്ങനെ പിടിച്ചു വെക്കപ്പെടുന്ന ഒരു മാസത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ പ്രവേശിക്കുന്നത്. അത് നല്ല നിലക്ക് സ്വീകരിക്കുമെന്ന് വിചാരിക്കണം. ഇപ്പൊ തന്നെ എങ്ങനെയെങ്കിലും സ്വീകരിച്ചാലോ ഈ പറഞ്ഞ തഖ്വ ഉണ്ടാവില്ല. ആരാധനകളൊക്കെ തഖ്വ ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ നല്ലൊരു അവസരം നമ്മുടെ മുമ്പിൽ വരാൻ പോണത്. മുൻകൂട്ടി തന്നെ നമ്മളതിന് റെഡി ആവണം, ഒന്ന് നന്നാവണം. കഴിഞ്ഞ കാല പാവങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ് റമദാൻ കിട്ടിക്കഴിഞ്ഞാൽ. അത് മര്യാദയ്ക്ക് കിട്ടണം. അപ്പൊ ആ രൂപത്തിൽ അത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നോമ്പുകാർക്ക് പ്രത്യേകമായി റബ്ബ് പരലോകത്തിൽ തയ്യാർ ചെയ്യുമെന്ന് പറഞ്ഞ റയ്യാൻ എന്ന കവാടം, ആ കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ റബ്ബ് ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മയൊക്കെ അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد.